ങ്ങളിൽ പോവുക, കുറച്ചു നേരം ഇരുന്ന് നാമം ജപിക്കുക, ഭജനകളിൽ പങ്കെടുക്കുക, സംഗീതം, കല, എന്തൊക്കെയുണ്ടോ നമുക്ക് ഭാരതത്തിലാണെങ്കിൽ അനവധി ശാഖകളുണ്ട് അല്ലേ? അതൊക്കെ ഒന്ന് പഠിച്ച് മനസ്സിലാക്കിയിട്ട് അങ്ങനെയൊക്കെ ജീവിതത്തെ വാർത്തെടുക്കുകയാണെങ്കിൽ നോ വൺ ഈസ് യൂസ്ലെസ്. ചിന്മയാനന്ദ സ്വാമികളുടെ ഒരു വാക്ക് പറയും, നോ വൺ ഈസ് യൂസ്ലെസ്, ചിൽഡ്രൻ ആർ നോട്ട് യൂസ്ലെസ്, ദേ ആർ യൂസ്ഡ് ലെസ് എന്നാണ്. അവരുടെ മനസ്സിനെ വളരെ കുറച്ച് ഉപയോഗിക്കുന്നുള്ളൂ. അതുകൊണ്ടായിരിക്കാം അവരൊക്കെ പലപ്പോഴും ആ മേഖല നിന്നു കഴിഞ്ഞാൽ വേറെ മേഖലകളില്ലാതെ സ്റ്റക്കപ്പായി ജീവിതം ഉപസംഹരിപ്പിക്കുന്നത്. അതുകൊണ്ട് നമുക്കൊക്കെ ഉള്ളൊരു സന്ദേശം, ഈ കുട്ടികളെ നമുക്കൊരു പക്ഷേ കുട്ടികളൊക്കെ വളർന്ന് മുതിർന്നവരായി പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിനെ ഈ കാര്യങ്ങൾ ഓർമ്മിപ്പിക്കണം. ഒന്നാമത്തത്, വെറുതെ ഇരുന്നാൽ മനസ്സ് അപകടം ഉണ്ടാക്കും. അതുകൊണ്ട് മനസ്സിനെ എപ്പോഴും എൻഗേജ്ഡ് ആക്കണം. ഒരേ കാര്യം തന്നെ ആവർത്തിച്ചു കൊടുത്താൽ മനസ്സപ്പോഴും ബോറടിപ്പിക്കും, വേണ്ടാത്ത ചിന്തയിലേക്ക് പോകും. അതുകൊണ്ട് ഒന്ന് വിട്ട ഒന്ന്. നമുക്കാണെങ്കിൽ ഹിന്ദു മതത്തിനെ സംബന്ധിച്ച് ഭാഗ്യം ചെയ്തവരാണ് നമ്മൾ. ഒരു പുസ്തകത്തെ മാത്രം ആശ്രയിക്കേണ്ട. വേണോ? കുറച്ചു നേരം രാമായണം വായിക്കാം, കുറച്ചു നേരം ഗീത വായിക്കാം, നാരായണീയം വായിക്കാം, ഭാഗവതം വായിക്കാം, എന്തെല്ലാം എന്തെല്ലാം എന്തെല്ലാം. ഇനി മലയാളത്തിൽ തന്നെ എത്ര ആചാര്യന്മാർ എഴുതി വെച്ചിരിക്കണോ ഇല്ലേ? അനവധി സാധനങ്ങൾ. എഴുത്തച്ഛൻ്റെ ഹരിനാമകീർത്തനം, ജ്ഞാനപ്പാന, പൂന്താനത്തിൻ്റേത്, അങ്ങനെ 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 നോക്കിക്കഴിഞ്ഞാൽ മഹാത്മാക്കൾ ഇഷ്ടം മാതിരി എഴുതി വെച്ചിരിക്കണം. സമയം ഇല്ലായ്മയല്ലേ? ആണോ? സമയമില്ലാത്തതുകൊണ്ടാണോ? ഉള്ള സമയം നമ്മൾ വേണ്ട വിധത്തിൽ യൂട്ടിലൈസ് ചെയ്യുന്നില്ല. നമ്മളങ്ങനെ പരിശീലിച്ചെടുക്കണം. രാവിലെ മുതൽ അങ്ങനെ മനസ്സിനെ ഇന്നതൊക്കെ വായിച്ചിരിക്കുന്നു, എൻഗേജ്ഡ് ആക്കണം. മൂന്നാമത്തത്, നാം അതിനെക്കുറിച്ച് വേണ്ട വിധത്തിൽ മനസ്സിലാക്കിക്കൊള്ളണം, അല്ലെങ്കിൽ അത് യാന്ത്രികമായി പോകും. അതിനാണ് സത്സംഗം എന്ന് പറയുന്നത്. ഇവിടെയാണ് അച്ഛനമ്മമാർക്ക് ചെയ്യാവുന്ന മൂന്നാമത്തെ ഒരു കാര്യം. ഈ ചെയ്യുന്നതിൻ്റെ പിന്നിലുള്ള കാര്യങ്ങൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്താലല്ലോ അവർ വഴിതെറ്റില്ല. അപ്പോൾ അവിടെയാണ് നമ്മൾ കാര്യങ്ങളെ മനസ്സിലാക്കി അത് വേണ്ട വിധത്തിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർക്കതിൻ്റെ പിന്നിലുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാവും. അത് ആ വയസ്സിനനുസരിച്ച്. ഞാൻ കുറച്ചുകൂടി ഫോർവേഡായിട്ട് പറയുന്നത്, ഒന്നാമത് ഇന്നത്തെ അച്ഛനമ്മമാരുണ്ടല്ലോ, ഈവൻ കുട്ടികൾ വളർന്നു വരുമ്പം ഈ സെക്ഷൽ കാര്യങ്ങൾ പോലും സപ്രസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അവരത് വേറെ ദിക്കിൽ പോയിട്ട് പ്രകടിപ്പിക്കും. അത് അച്ഛനമ്മമാർ തുറന്നു പറയണം അതൊക്കെ. കാരണം ഇന്ന് കാലം മാറിക്കൊണ്ടിരിക്കുകയാണ്. വഴിതെറ്റിക്കാൻ എളുപ്പം സാധിക്കും. അത്രത്തോളം വഴിതെറ്റിക്കൊണ്ടാണ് സമൂഹം പോകുന്നത്. മനസ്സിലായില്ലേ? ബാംഗ്ലൂരിൽ ഈ ടെററിസ്റ്റുകൾ അറ്റാക്ക് ചെയ്ത സമയത്ത് അവിടുത്തെ ഗവൺമെൻറ് രാത്രി 10 മണിക്ക് ശേഷം പബ്ബ് അടച്ചു വയ്ക്കാൻ പറഞ്ഞു, ബീർ പബ്ബുകൾ. അതിനെതിരെ ഏറെക്കൂടെ കൂടുതൽ പ്രൊട്ടസ്റ്റ് ചെയ്ത് ആരാന്നറിയോ? പെൺകുട്ടികളാണ്. കൂടുതൽ പ്രൊട്ടസ്റ്റ് ചെയ്തിരിക്കുന്ന പെൺകുട്ടികളാണ്. കാരണം അവർക്ക് അവിടെ പോയിട്ട് ഡാൻസ് കളിക്കണം, പലതും ചെയ്യണം. ഇനി ഒരു ദുരന്തം കൂടി നിങ്ങൾ കേട്ടോളൂ. ബാംഗ്ലൂരിൽ സംഭവിച്ചൊരു കഥയാണ്. ഒരു തിയേറ്ററിൽ സിനിമ കാണാൻ പോയപ്പോൾ പുറകിൽ എന്തോ കുത്തുന്നതായിട്ട് തോന്നി. അപ്പോൾ എടുത്തു നോക്കിയ സമയത്ത് എന്താ കാണുന്നത്? സിറിഞ്ചാണ്. അപ്പം അതിൽ എഴുതി വെച്ചിരിക്കുകയാണ്, വെൽക്കം ടു അവർ ഗ്രൂപ്പ് HIV പോസിറ്റീവ് എന്ന്. ആരോ എയ്ഡ്സ് ഉള്ളവൻ കൊണ്ടുവച്ചിരിക്കുകയാണ്, ഞങ്ങളുടെ ഗ്രൂപ്പിലേക്ക് നിനക്ക് സ്വാഗതം എന്ന്. എവിടെ എത്തി ലോകം പോകുന്നത് വഴി നോക്കൂ നിങ്ങൾ. അപ്പം ഇവിടെയൊക്കെയാണ് നമുക്ക് തുറന്നു പറയാനുള്ളൊരു സമീപനം. നമ്മുടെ ഋഷീശ്വരന്മാരുണ്ടല്ലോ, ഒന്നും എതിരായിരുന്നില്ല. എനിക്ക് നല്ലവണ്ണം അറിയാം, കൊടുങ്ങല്ലൂർ ഭരണി അല്ലേ, സകല വൃത്തികേടുകളും വിളിച്ചു പറയുന്ന ഒരു സ്ഥലമാണ്. ദേവിയുടെ മുന്നിൽ തുറന്നു പറയാനുള്ളൊരു സ്വാതന്ത്ര്യം കൊടുത്ത സംസ്കാരമാണ് നമ്മുടേത്. ഇതിലൊന്നും വൃത്തികേട് കണ്ടിരുന്നില്ല. ഇവിടെ നല്ലതുമില്ല, ചീത്തതുമില്ല. നല്ലതും ചീത്തയാവും, ചീത്തയും നല്ലതാവും. അതെവിടെ അടക്കി വെക്കുന്നോ അവിടെയൊക്കെ പ്രശ്നമാണ്. അത് തുറന്നു വിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം വഴിവിട്ട് തുറന്നു വിടുക എന്നല്ല. ഇതൊന്നും മനസ്സിൽ ഏറ്റിക്കൊണ്ട് നടക്കാൻ സമ്മതിക്കരുത്. മനസ്സ് മറ്റു പല കാര്യങ്ങളിലും എൻഗേജ്ഡ് ആക്കേണ്ടതുണ്ട്. അത് എൻഗേജ്ഡ് ആക്കുന്ന സമയത്ത് എൻഗേജ്ഡ് ആവണം. ഇങ്ങനെ ഒരു തുറന്ന സമീപനം. ഞാൻ ഇക്കാര്യത്തിലുണ്ടല്ലോ, ചില ഫാമിലിയിൽ വളരെ ആദരിക്കുന്ന ആളുകളുണ്ട്. ഒരു അച്ഛനും അമ്മയും എനിക്ക് അറിയുന്ന ഉദ്യോഗസ്ഥന്മാരാണ് രണ്ടുപേരും. അവരെ മക്കളോടൊക്കെ ഉണ്ടല്ലോ, ഈവൻ സെക്ഷൽ കാര്യങ്ങൾ പോലും തുറന്നു പറയും. അങ്ങനെയൊക്കെ തുറന്നു പറയുമ്പോൾ ആ കുട്ടികൾക്കൊരു വിഷമമില്ല, അവർ വഴിതെറ്റില്ല. 100% അവർ വഴിതെറ്റില്ല. അവർ അമ്മയോട് പറയും ചെയ്യും, അമ്മ ഇത്രയൊക്കെ ഞങ്ങളോട് തുറന്നു പറയുമ്പോൾ ഞങ്ങൾ വഴിതെറ്റുമോ? അത്ര കോൺഫിഡൻസ് ആണ് ആ കുട്ടികളിൽ. അങ്ങനെയൊക്കെ ഒരു സമൂഹം നമുക്ക് വളർത്തിക്കൊണ്ടുവരാൻ സാധിച്ചാൽ ഏത് കാര്യത്തിലും, ഞാൻ പറയുമ്പോണ്ടല്ലോ, പ്രായത്തിനനുസരിച്ചെല്ലാം അവർ തുറന്നു പറയാനുള്ള സമീപനം. അവർക്ക് എൻ്റെ എന്ന് പറയുന്നൊരു സ്ഥലം ഏതായി മാറണം? വീടായി മാറണം. അവർക്ക് വീട്ടിൽ തന്നെ എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി അവരെ ഉൾക്കൊള്ളാൻ പറ്റുന്നൊരു സമൂഹം ഉണ്ടെങ്കിൽ അവരൊന്നും വഴിതെറ്റില്ല. അപ്പം 3 കാര്യങ്ങൾ. ഒന്ന്, മനസ്സിനെ എപ്പോഴും എൻഗേജ്ഡ് ആക്കണം. ഒന്നിൽ തന്നെ പിടിച്ചു നിർത്തിയാൽ മനസ്സ് എന്തായിരിക്കും?
അത് ബോറടിപ്പിക്കും, അത് നമ്മളെ മറ്റുള്ള വേണ്ടാത്ത ചിന്തയിലേക്ക് കൊണ്ടുപോകും. മൂന്നാമത്തത് ചെയ്യുന്നതും വായിക്കുന്നതും അതിൻ്റെ പിന്നിലുള്ള തത്വങ്ങളെ നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം. അത് കാര്യങ്ങളൊക്കെ നമ്മൾ പ്രായത്തിനനുസരിച്ച് വേണ്ട വിധത്തിൽ മനസ്സിലാക്കിക്കൊള്ളണം. ഏത് ചോദ്യത്തിനും അതിന് വ്യക്തമായൊരു ഉത്തരം നമ്മളിൽ ഉണ്ടാവണം. എല്ലാറ്റിനും ഒരു പരിഹാരമുണ്ട്. പരിഹാരമില്ലാത്ത ഒന്നുമില്ല ലോകത്തിൽ. ഏത് പ്രശ്നത്തിനും എന്തെങ്കിലും ഒരു പരിഹാരമുണ്ട്. നമ്മളത് ആ കഴിവ് കണ്ടെത്തണമെന്ന് മാത്രം, അത് ഡെവലപ്പ് ചെയ്യണമെന്ന് മാത്രം. ഇവിടെ സുനീതി ദേവി ആ പുത്രനെ വളർത്തിയെടുത്തതുകൊണ്ട് ഇതാ പുത്രൻ ഇന്ന് വലിയൊരു അസറ്റായി മാറി എന്ന് പറയണം. അതിനുശേഷം ആ പുത്രൻ കഠിനമായ തപസ് ചെയ്തു. നമ്മൾ ഓർമ്മിപ്പിക്കുന്നു, രാവിലെ എണീറ്റ ഉടനെ തന്നെ ഏത് നാമം ജപിക്കണം, ഏത് മന്ത്രം ജപിക്കണം? യോന്തപ്രവിശ്യ മമ വാചമിമം പ്രസുപ്തം സഞ്ജീവയത്യഖില ശക്തിധരസ്വദാം നാം അന്യാം സഹസ്തധരണ ശ്രവണത്വഗാദിൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. എൻ്റെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ഉറങ്ങിക്കിടക്കുന്ന എൻ്റെ മനസ്സിനെയും എൻ്റെ വാക്കുകളെയും എൻ്റെ ചരണങ്ങളെയും എല്ലാ കരണങ്ങളെയും ഏതൊരു ഭഗവത് ശക്തിയാണോ ഉണർത്തിയത്, ഏതൊരു ഭഗവത് ശക്തി കൊണ്ടാണോ അത് പ്രവർത്തിക്കുന്നത്, ഏതൊരു ഭഗവത് ശക്തി ഉള്ളത് കൊണ്ടാണോ ഉറക്കത്തിലും അത് നിലനിൽക്കുന്നത്, ആ ഭഗവാനായിക്കൊണ്ട് എൻ്റെ നമസ്കാരം. ഇപ്രകാരം അങ്ങനെ സ്തുതിച്ചതിന് ശേഷം അവിടുന്ന് ഭഗവാൻ പ്രകടമായി. ആ ഭഗവാൻ പ്രകടമായതും ഉണ്ണിയോട് പറയാണ്, ഉണ്ണി നിനക്ക് ഞാൻ 2 വരങ്ങൾ തരുന്നു. ഒന്നാമത്തെ വരം ധ്രുവക്ഷിതി കൊടുക്കുകയാണ്. എല്ലാ നക്ഷത്രങ്ങളും പ്രദക്ഷിണം വയ്ക്കുന്ന, ഒരിക്കലും സ്ഥലം മാറാത്ത, സ്ഥാനം മാറാത്ത നക്ഷത്രമാണ് ധ്രുവ നക്ഷത്രം. ആ പദവി കൊടുത്തു. പോരാത്തതിന് ഭഗവാൻ പറഞ്ഞു, ഷട്രിംശൽ വർഷസാഹസ്രം, 36,000 ദിവസമോ വർഷമോ ആവട്ടെ, രാഷ്ട്രം ഭരിക്കൂ. അങ്ങനെ ഭഗവാന്റെ അടുത്തുനിന്ന് 2 വരങ്ങളും ആര് വാങ്ങിച്ചു? ധ്രുവൻ വാങ്ങിച്ചു. നോക്കൂ, പൊതുവേ ഉണ്ടല്ലോ, നമ്മൾ ഇത്തരം കഥകൾ വായിക്കുമ്പം ഇതൊക്കെ നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. ഭഗവാൻ വരം കൊടുക്കാൻ കാരണം കുട്ടിക്ക് വരം കിട്ടണം എന്നുള്ളൊരു ആഗ്രഹമുള്ളത് കൊണ്ടാണ്. അങ്ങനെ കുട്ടി ആഗ്രഹിച്ച് മേടിച്ചതാണ്. പൊതുവെ നമ്മളൊക്കെ ഉണ്ടല്ലോ ഈ ക്ഷേത്രങ്ങളിലൊക്കെ പോകുമ്പോൾ ഈ കാര്യം മനസ്സിലാക്കി വെക്കണം. എന്താ മനസ്സിലാക്കേണ്ടത്? ഭഗവാനോട് നമ്മൾ ചോദിക്കാനാണോ പോവേണ്ടത്, ആണോ അല്ലേ എന്നുള്ളത്. എന്തിനാണ് നമ്മൾ അമ്പലത്തിൽ പോകുന്നത്? നമുക്ക് ധ്രുവൻ്റെ കഥയിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കത് കാണാൻ പറ്റും. ഏതായാലും വരം കിട്ടി, ഭഗവാൻ അവിടെ നിന്ന് പോയി. അതിനുശേഷമോ ഇത്രയും വരം കിട്ടിയിട്ട്, എത്രയോ വലിയ വരം കിട്ടിയിട്ട് ധ്രുവൻ അവിടെ കിടന്ന് വേദനിച്ചു എന്നാണ് പറയുന്നത്, മനസ്സുകൊണ്ട്. ഭാഗവതം പറയുകയാണ്, വിതുരര് ചോദിക്കുകയാണ്, ഇങ്ങനെ ധ്രുവന് വരമൊക്കെ കിട്ടിയപ്പം എന്താണ്? സോപി സങ്കൽപ്പജം വിഷ്ണോ പാദസേവോപസാദിതം പ്രാപ്യ സങ്കൽപ്പനിർവാണം അതിപ്രീതോ അഭ്യകൽപുരം. അതിപ്രീതോ എന്ന കിട്ടിയ വരത്തിലൊന്നും ധ്രുവന് പ്രീതി വന്നില്ല എന്ന്. അപ്പൊ ചോദിക്കുകയാണ്, ഇത്രയും സുദുർലഭമായ ഭഗവാന്റെ പദത്തിലെത്താൻ സാധിച്ചിട്ട്, ഭഗവാനിൽ നിന്ന് ഇത്രയും വരമൊക്കെ കിട്ടിയിട്ട് എന്താ കുട്ടി ഇങ്ങനെ വേദനിച്ചു പോയതെന്ന് പറയണു. ധ്രുവവാച സമാധിനാനൈകപവേനയൽപദം വിദുസ്സനന്ദാദയൂർധരേതസ മാസൈരഹം ഷഡ്ഭിരമുഷ്യപാദയോ ഛായാമുപേത്യാപഗതപ്രദങ്മതി. കഷ്ടം കഷ്ടം, ഞാൻ എത്ര 6 മാസം കൊണ്ട് കഠിന തപസ് ചെയ്തിട്ട് പ്രയാസപ്പെട്ടിട്ട് ഭഗവാനെ നേടിയിട്ട് ഞാൻ ഇങ്ങനെയുള്ള വരങ്ങളാണല്ലോ വാങ്ങിച്ചതെന്ന്. അപ്പം എന്തായിരിക്കും ധ്രുവന് വേദന വരാൻ കാരണം? 3 കാരണമേ ഉണ്ടാവുള്ളൂ. ഒന്നുകിൽ പ്രതീക്ഷിച്ചത് മുഴുവൻ കിട്ടിയിട്ടില്ലെങ്കിൽ ദുഃഖം. അങ്ങനെ ഉണ്ടാവില്ലേ ദുഃഖം? പ്രതീക്ഷിച്ചത് കുറഞ്ഞു പോയാൽ ദുഃഖം ഉണ്ടാവും. ഇനി പ്രതീക്ഷിച്ചതിന് പകരം വേറെ ഒന്ന് കിട്ടിയാലും ദുഃഖം. അല്ലെങ്കിൽ പിന്നെ എന്താ ദുഃഖത്തിന് കാരണം? പ്രതീക്ഷിച്ചത് കുറഞ്ഞാലും ദുഃഖം, പ്രതീക്ഷിച്ചതിന് പകരം വേറൊന്നാണ് കിട്ടിയതെങ്കിലും ദുഃഖം. പിന്നെ എന്തെങ്കിലും ദുഃഖം ഉണ്ടാവുമോ? ഇനി ഇതല്ല വേടിക്കേണ്ടത് എന്നുള്ള ചിന്ത വന്നാലും ദുഃഖം. അങ്ങനെ ഉണ്ടാവാലോ. വേറൊന്ന് കിട്ടിയാലും ദുഃഖം, കുറഞ്ഞാലും ദുഃഖം. ഇനി ഇതൊന്നും ആയിരുന്നില്ലേ വേണ്ടത്, മറ്റൊന്നായിരുന്നു, അപ്പോഴും ദുഃഖം വരാം. നമ്മൾ ഈ ഒരു 3 കാര്യങ്ങൾ ഓർത്തു വയ്ക്കണേ. പ്രതീക്ഷിച്ചത് കുറഞ്ഞാൽ ദുഃഖം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നമ്മൾ വലുത് പ്രതീക്ഷിച്ചിട്ട് ചെറുതേ കിട്ടിയിട്ടില്ലെങ്കിൽ എല്ലാവർക്കും ദുഃഖം ഉണ്ടാവും. ഏത് വ്യക്തികൾക്കും ദുഃഖം ഉണ്ടാവും. ഇനി മാറിപ്പോയാലോ അത് ദുഃഖത്തോട് ദുഃഖം തന്നെയാണ്. ഇവിടെ ധ്രുവൻ ദുഃഖിക്കാൻ കാരണം എന്താണ്? ധ്രുവന് വിവേകം വന്നു. പറയണു, അഹോപദമമാനാത്മ്യം മന്ദഭാഗ്യസ്യ പശ്യതാം ഭവശ്ചിത പാദമൂലം
ഗത്വായാജേയതന്തവൽ മതിർവിദൂഷിതാ ദേവൈ പദദ്ഭീരസഹിഷ്ണുഭീം യോ നാരദവചസ്തത്യം നാഗ്രാഹീഷസത്തമാം ദേവീം മായാം ഉപാശ്രിത്യം പ്രസുപ്തൈവ ഭിന്നദൃ തപ്യേത്വദീയേപ്യസതി ഭ്രാതൃഭ്രാതൃഹ്യുദ്രുജാം മതേ വിദൂഷിതാ ദേവൈ. കഷ്ടം കഷ്ടം, എൻ്റെ മതി, എൻ്റെ മനസ്സ് എന്നെ വഴിതെറ്റിച്ചുവല്ലോ എന്ന്. ഇതല്ലല്ലോ ഞാൻ ചോദിക്കേണ്ടിയിരുന്നത്. അഹോപദമമാനാത്മ്യം മന്ദഭാഗ്യസ്യ പശ്യതാം. എൻ്റെ മന്ദഭാഗ്യം, എൻ്റെ അവിവേകം, എൻ്റെ ഭാഗ്യക്കേട് നിങ്ങൾ കാണൂ, നിങ്ങൾ കാണൂ. എനിക്ക് ഭാഗ്യം കേട് സംഭവിച്ചു എന്ന്. എന്താ ഞാൻ വാങ്ങിച്ചത്? ഗത്വായാജേയതന്തവൽ. വാങ്ങിച്ചതെല്ലാം ഒരു ദിവസം നഷ്ടപ്പെട്ടു പോകുന്ന, നശിച്ചു പോകുന്ന സാധനങ്ങളാണല്ലോ ഞാൻ ചോദിച്ചു മേടിച്ചത് ഭഗവാന്റെ അടുത്തുനിന്ന്. ഇതായിരുന്നില്ലല്ലോ ഞാൻ ചോദിക്കേണ്ടത്. അപ്പോഴാണ് വിവേകം വന്നത്. ഈ ചോദിച്ചതെല്ലാം ഒരിക്കൽ നഷ്ടപ്പെട്ടു പോകുന്ന. ഭാരതത്തിൻ്റെ ഒരു മഹത്തായൊരു സംസ്കാരമുണ്ടല്ലോ. നാം ലൗകികമായ വസ്തുക്കളും സാധനങ്ങളും ചോദിക്കുമ്പോൾ നമ്മൾ അറിയുന്നില്ല ഈ ചോദിക്കുന്നതൊക്കെ ഒരു ദിവസം നമ്മൾ വിട്ടുപോകണമെന്ന്. അനിത്യമസുഖം ലോകം ഇമം പ്രാപ്യ ഭജസ്വമം. ഭഗവാൻ ഗീതയിൽ പറയുന്ന വാക്കുകളാണ്. അനിത്യമസുഖം ലോകം. ഈ ലോകം എന്ന് പറയുന്നത് കൂടെ വരാത്തതാണ്, തൽക്കാലത്തേക്ക് മാത്രമുള്ളതാണ്. ഇമം പ്രാപ്യ ഭജസ്വമം. ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്നിലേക്കാണ് കേട്ടോ മനസ്സ് തിരിക്കേണ്ടത് എന്ന് ഭഗവത്ഗീതയിൽ പറഞ്ഞ ആ വാക്കുകളൊക്കെ ഈ കുട്ടിയുടെ മനസ്സിൽ അനുഭവത്തിൽ വന്നു. ഞാൻ ചോദിച്ചതെല്ലാം ഒരിക്കൽ നഷ്ടപ്പെടുന്നതാണല്ലോ, ഇതായിരുന്നില്ലല്ലോ ചോദിക്കേണ്ടതെന്ന്. പിന്നെ പറയാണ്, കഷ്ടം. നാരദ മഹർഷിയിൽ നിന്ന് എവിടെ തപസ് ചെയ്യണമെന്ന് ഞാൻ ചോദിച്ചു, എങ്ങനെ തപസ് ചെയ്യണമെന്ന് ചോദിച്ചു, ഏത് രൂപത്തെ ഉപാസിക്കണമെന്ന് മനസ്സിലാക്കി, ഏത് മന്ത്രം ജപിക്കണമെന്ന് ചോദിച്ചു. പക്ഷെ ഒന്ന് ചോദിക്കാൻ ഞാൻ മറന്നുപോയി എന്നാണ്. എന്തായിരിക്കും അത്? അങ്ങനെ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു കഴിഞ്ഞാൽ ആ ഭഗവാനിൽ നിന്നും എന്താണ് ചോദിക്കേണ്ടതെന്ന് നിങ്ങൾ സ്വയം ചോദിക്കൂ. നമ്മളൊക്കെ അമ്പലത്തിൽ പോകുന്നുണ്ടെങ്കിലും നമുക്കിത് വല്ലതും അറിയോ? നമ്മൾ എന്തൊക്കെയോ പറയുന്നുണ്ട്, എന്തൊക്കെയോ പ്രാർത്ഥിക്കുന്നുണ്ട്. ഇതാണോ പ്രാർത്ഥിക്കേണ്ടത്, ഇതാണോ പറയേണ്ടത്, നമുക്കാർക്കും അറിയില്ല. വാസ്തവത്തിൽ എന്തൊക്കെയോ വിഡ്ഢിത്തങ്ങൾ നമ്മൾ പറയുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ കുട്ടിക്ക് തിരിച്ചറിവുണ്ടായി. ഞാൻ ചോദിച്ചതൊന്നല്ല ചോദിക്കേണ്ടിയിരുന്നത്. പലപ്പോഴും നമ്മൾ അറിയുന്നില്ല നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഇതല്ല എന്നുള്ളത്. ഒരു യഥാർത്ഥ ഭക്തൻ അമ്പലത്തിൽ ചെന്നാലുണ്ടല്ലോ ഇങ്ങനെയല്ല പ്രാർത്ഥിക്കേണ്ടത്. ഏതായാലും ദൈവങ്ങളൊക്കെ ഉണ്ടല്ലോ, നിങ്ങൾ വിചാരിക്കേണ്ട വളരെ സന്തോഷം കൊണ്ടാണ് ചോദിക്കുന്നതൊക്കെ തരുന്നത് എന്ന്. വളരെ സന്തോഷം കൊണ്ടൊന്നല്ല തരുന്നത്, പിന്നെ നിവൃത്തിയില്ലാതെ തരികയാണ് പലതും. അപ്പം നമ്മൾ വാങ്ങിക്കുന്ന അനുഗ്രഹങ്ങളൊക്കെ വാസ്തവത്തിൽ നമ്മളോട് ഈശ്വരൻ സ്നേഹം ഉണ്ടായിട്ടൊന്നുമല്ല തരുന്നത്, പിന്നെയോ ഒരു നിവൃത്തിയില്ലാത്തതുകൊണ്ട് തരികയാണ്. അതുകൊണ്ട് വിവേകമുള്ളവർ ഭഗവാനോട് എന്തേ ചോദിക്കാവൂ? നമ്മൾ അമ്പലങ്ങളിൽ പോകുമ്പോൾ വളരെ ശ്രദ്ധിക്കണേ. 3 കാര്യങ്ങൾ നമ്മൾ സ്ട്രിക്റ്റായിട്ട് മനസ്സിൽ വെക്കണം. ഒന്നാമത്തത്, നാം ഭഗവാനിൽ നിന്ന് ഒന്നും ചോദിക്കാനല്ല പോകുന്നത്. പിന്നെ എന്തിനാ പോണത്? ഭഗവത്ഗീതയിലെ 2-ാം അധ്യായത്തിൽ 45-ാമത്തെ ശ്ലോകത്തിൽ പറയും, ത്രൈഗുണ്യ വിഷയാ വേദ നിസ്ത്രൈഗുണ്യോ ഭവാർജുന നിർദ്വന്ദ്വോ നിത്യസത്വസ്ഥ നിർയോഗക്ഷേമ ആത്മവാൻ ഭോഗൈശ്വര്യപ്രസക്താനാം തയാപഹൃതചേതസാം വ്യവസായാത്മിക ബുദ്ധി സമാധോന്ന വിധീയതേ. 2-ാമത്തെ അധ്യായത്തിലെ ഗീതയിൽ ഈ 2 ശ്ലോകങ്ങൾ, 44-ാമത്തെ ശ്ലോകവും 45-ാമത്തെ ശ്ലോകവും, ഈ 2 ശ്ലോകങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്ന് പറയാണ്, ഭോഗൈശ്വര്യപ്രസക്താനാം. ഭോഗൈശ്വര്യങ്ങളിൽ മനസ്സ് വെച്ചിരിക്കുന്ന ഒരാൾക്ക് വ്യവസായാത്മിക ബുദ്ധി സമാധോന്ന വിധീയതേ. വ്യവസായാത്മിക ബുദ്ധി ഉണ്ടാവില്ല. വ്യവസായാത്മിക ബുദ്ധി എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റഡി മൈൻഡ് ഉണ്ടാവില്ല അവർക്ക്. അവരുടെ മനസ്സെപ്പോഴും ചഞ്ചലമായിരിക്കും. അതെന്താ ചഞ്ചലം എന്ന് പറഞ്ഞാൽ? അവർ ഒന്ന് ആഗ്രഹിക്കും, അത് കിട്ടിയാലും അത് കിട്ടിയിട്ടില്ലെങ്കിലും അവരുടെ മനസ്സ് ഡിസ്റ്റർബ്ഡ് ആവും. ഇനി മനുഷ്യ മനസ്സിൻ്റെ പ്രത്യേകത, എന്തെങ്കിലും ആഗ്രഹിച്ചത് കിട്ടിയാൽ ഉടനെ മറ്റൊന്നിലേക്ക് പോയി, പിന്നെ വേറൊന്നിലേക്ക് ഡിമാൻഡ് വന്നു. അതാണ് മനുഷ്യ മനസ്സ്. ഒന്നിലും തൃപ്തിപ്പെടാൻ മനുഷ്യ മനസ്സിന് സാധ്യമല്ല. ഉണ്ടോ? സാധ്യമുണ്ടോ? ഇല്ല. അപ്പം എന്തെങ്കിലും കിട്ടിയാലും മനസ്സവിടെ നിൽക്കുന്നില്ല. അതുകൊണ്ട് നമുക്ക് വ്യവസായാത്മിക ബുദ്ധി ഉണ്ടാവില്ല.
അതുകൊണ്ടെന്ത് വേണം? ത്രൈഗുണ്യ വിഷയാവേദ നിസ്ത്രൈഗുണ്യോ ഭവാർജുന നിർദ്വന്ദ്വോ നിത്യസത്വസ്ഥ നിർയോഗക്ഷേമ ആത്മവാൻ. ഭഗവാനെ, അമ്പലത്തിൽ പോകുമ്പം ഈ ഒരു പ്രാർത്ഥന ഉണ്ടാവണം. ഒന്ന്, എൻ്റെ മനസ്സ് അങ്ങയിൽ നിന്നാണ് വന്നിരിക്കുന്നത്, ഇത് തിരിച്ചങ്ങയിൽ തന്നെ എത്തിയിരിക്കണം. എൻ്റേതെന്ന് പറയുന്നത് അങ്ങ് മാത്രമേ ഉള്ളൂ ഭഗവാനെ, അങ്ങാണ് എൻ്റേത്. ഞാനെന്ന് പറയുന്നതും അങ്ങയിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ഈ ബോധം നമ്മൾ ഉറപ്പിച്ചോളണം. രണ്ടാമത്തത് നമ്മൾ പറഞ്ഞുകൊള്ളണം, ഭഗവാനെ, എന്തെല്ലാം അനുഭവങ്ങൾ വന്നാലും അതെല്ലാം ഭഗവാന്റെ പ്രസാദമായി ഞാൻ സ്വീകരിക്കും, അത് അവിടുത്തെ നിശ്ചയമായിട്ട് ഞാൻ സ്വീകരിക്കും. മൂന്നാമത്തത് നമ്മൾ പറഞ്ഞുകൊള്ളണം, ഞാൻ സമബുദ്ധിയോട് കൂടിയിട്ട് എൻ്റെ ജീവിതത്തെ കൊണ്ടു നടക്കും. ഈ ശരീരം സേവനം ചെയ്യാനുള്ളതാണ്, മറ്റുള്ളവരെ സേവിക്കാനുള്ളതാണ്, ഈ ശരീരം പ്രകൃതിയുടേതാണ് എന്ന ബോധത്തോടെ മറ്റുള്ളവരുടെ മുന്നിൽ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് സ്നേഹം വിതറിക്കൊണ്ട് ഞാൻ എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഇങ്ങനെയൊക്കെ ഒരു ബോധമാണ് നമ്മൾ അമ്പലത്തിൽ ചെന്നിട്ട് ഉറപ്പിക്കുന്നതെങ്കിൽ നമ്മളെ മനസ്സിനെ നമുക്ക് നിർദ്വന്ദ്വോ നിത്യസത്വസ്ഥോ, നിർദ്വന്ദ്വം സുഖത്തിനും ദുഃഖത്തിനും ബാലൻസ് ചെയ്തുകൊണ്ട് നിത്യസത്വസ്ഥമാക്കിക്കൊണ്ട് അവസാനം നിർയോഗക്ഷേമം ആരോട് ചേർക്കാൻ പറ്റും? ഭഗവാനോട് ചേർക്കാൻ പറ്റും. മറ്റേ മനസ്സ്, വേണ്ടാത്തതൊക്കെ പ്രാർത്ഥിക്കുന്ന മനസ്സ് ഒരിക്കലും വ്യവസായാത്മിക മനസ്സാവില്ല. വ്യവസായാത്മിക മനസ്സല്ലാത്തതിനൊരിക്കലും സമാധോന്ന വിധീയതേ ആരിലേക്ക് എത്താൻ പറ്റില്ല? ഭഗവാനിലേക്ക് എത്താൻ പറ്റില്ല. അപ്പം കുട്ടികളെയൊക്കെ അമ്പലത്തിൽ കൊണ്ടുപോകുമ്പോണ്ടല്ലോ, വേണ്ടാത്തതൊന്നും പ്രാർത്ഥിക്കാൻ നമ്മൾ പരിശീലിപ്പിക്കരുത്. അസുഖം മാറ്റിത്തരണേ, പരീക്ഷ പാസ്സാക്കി തരണേ. നമ്മുടെ അമ്പലങ്ങളൊക്കെ നോക്കൂ നിങ്ങൾ, പരീക്ഷാ സീസൺ ആയാൽ ഗണപതിക്ക് കൊണ്ടുമുട്ടാണ്. എന്താ, അയാളാണോ പേപ്പർ ഇടുന്നത്? മുട്ടോട് മുട്ട് ഗണപതിക്ക്. അതൊക്കെ അങ്ങനെ അമ്മമാർ വഴുതിറ്റിക്കുകയാണ്. പരീക്ഷാകാലത്ത് കുട്ടികളെ ഉണ്ടല്ലോ, അമ്പലത്തിൽ പോകണം, പരീക്ഷാകാലം എന്നൊന്നുമില്ല, എന്നും പോകണം. ഏത് പരീക്ഷയെയും അഭിമുഖീകരിക്കാൻ ഞാൻ തയ്യാറാണ് ഭഗവാനെ. അവിടുത്തെ ഒരു പരീക്ഷണമായിട്ട്, അവിടുത്തെ ഒരു അനുഗ്രഹമായി ഞാൻ അതിനെടുക്കും. അതല്ലേ വേണ്ടത്? ആണോ? ഇത് ഈസിയാക്കി തരാനാണോ പറയേണ്ടത്? ചിന്തിക്കും നിങ്ങൾ. നമ്മളേറെ മാറ്റം വരുത്താനുണ്ട്. ഒന്നാമത് നമ്മുടെ ഹിന്ദു മതത്തിന് പറ്റിയൊരു വലിയൊരു കുഴപ്പം, നമ്മളെ ഗൈഡ് ചെയ്യാൻ ആരുമില്ല. നമ്മൾ തന്നെ എന്തൊക്കെയോ മനസ്സിലാക്കി എന്തൊക്കെയോ ചെയ്യുകയാണ്. ഭട്ടതിരിപ്പാട് പറയണു, ഭഗവാന്റെ മുന്നിൽ പോയിട്ട് പ്രാർത്ഥിക്കുകയല്ലോ വേണ്ടത്. നമ്രാണാം സന്നിധത്തെ സതതമഭിപുരസ്തൈ അനഭ്യർത്ഥിതാനഭി അർത്ഥാൻ കാമാനജസ്രം വിതരസി പരമാനന്ദ സാന്ദ്രാം ഗതിം ച ഇത്തം നിശേഷലഭ്യോ നിരവധികബല പാരിജാതോ ഹരേത്വം ക്ഷുദ്രം തം ചക്രവാടി ദ്രുതമഭിലഷതി വ്യർത്ഥമത്തിവ്രജോയം. ഭഗവാന്റെ മുന്നിൽ ചെന്ന് നമ്രാണാം, നമ്മളെ അങ്ങോട്ട് സമർപ്പിക്കുമോ നിങ്ങൾ? ഭഗവാന്റെ അടുത്ത് നിന്നിട്ട് അനഭ്യർത്ഥിതാനഭി, മനസ്സിലാവില്ലേ? ഒന്നും ഭഗവാന്റെ അടുത്ത് നിന്നിട്ട്